ശശികല ടീച്ചർ, തമിഴ്നാട് തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി കിട്ടുന്നു. അതായത് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുന്നു. വെറും തിരിച്ചടിയല്ല, വലിയ തിരിച്ചടിയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു. ഭരണസമിതിക്ക് കാർത്തിക ദീപം കൊളുത്താം. എന്താണ് ടീച്ചർ പ്രതികരണം? എല്ലാ വിധത്തിലുള്ള അധികാരവും അവകാശവും ഇനി അതല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യ തനിമയും ഒക്കെ ഉള്ളൊരു വിഭാഗത്തെ അവരെ അവഗണിച്ചുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ വാശിക്ക് മുന്നിൽ ഭരണകൂടങ്ങൾ അവരുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കീഴടങ്ങുന്നതിന്റെ ബാക്കി പത്രമാണ് നമ്മൾ തിരുപ്പറംകുണ്ടത്ത് കണ്ടത്. അവിടെ ഹൈക്കോടതി അനുവദിച്ചിട്ടും കാർത്തിക ദീപം തെളിയിക്കാമെന്ന് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അനുവാദം കൊടുത്തിട്ടും സ്റ്റാലിൻ ഗവൺമെന്റ് ഒരു തരം വാശിയോടുകൂടി, കാരണം അവരുടെ വാശി നമുക്കറിയാം, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ അജണ്ട എന്നവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒളിഞ്ഞ അജണ്ടയല്ല, അത് തെളിഞ്ഞു തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അത് തെളിയിക്കേണ്ടതെന്ന് പറഞ്ഞത്. അതേസമയം നമ്മൾ കണ്ടു വാശിയോടുകൂടി കേരളത്തിൽ നിന്ന് പാലക്കാട്ട് നിന്നടക്കം മാംസവുമായി അങ്ങോട്ട് കടന്നു പോകാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. മാത്രമല്ല, ഒരു മുൻ ജഡ്ജിയുടേതായിട്ട് നമ്മളൊരു പ്രസ്താവന ഇതിന്റെ ഇടയ്ക്ക് വരുന്നു കണ്ടു. അവിടെ പെട്ടെന്ന് വിധി പ്രസ്താവിച്ചാൽ അത് സമാധാന ലംഘനം ഉണ്ടാവുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബഹളം കൂട്ടുന്നു എന്നുള്ളത് കൊണ്ട് നീതിന്യായവും നടപ്പാക്കണ്ട എന്ന് പറയാൻ സാധിക്കും. തിരുപ്പറംകുன்றത്തിന്റെ പഴക്കം ഇന്നോ ഇന്നലെയല്ലോ, സംഘകാല കൃതികളിൽ പോലും പരാമർശിച്ചിട്ടുള്ള ഒരു മഹത്തായ മൃഗസന്നിധിയാണ്. ആ സന്നിധിയിലെ അഹങ്കാരത്തോടു കൂടി ഒരു നമ്മൾ തുടക്കത്തിൽ ഒരു പക്ഷെ സൂചി കൊണ്ട് എടുക്കാവുന്ന എടുക്കാത്തതിന്റെ ബാക്കി ഇത് ഹിന്ദുവിനൊരു ഒരു പാഠം കൂടിയാണ്. അവിടെ ഒരു ഇത്തരത്തിലൊരു ദർഗ വരുമ്പോൾ അത് മതേതരത്വത്തിന്റെ ഭാഗമായി അംഗീകരിച്ചു കൊടുത്തവർ ഇന്ന് അതിന്റെ ഗതികളിലാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ദർഗ അന്ന് അവിടെ എടുത്തു കളഞ്ഞില്ല എന്നുള്ള ഒറ്റ തെറ്റിന് ഹൈന്ദവ സമൂഹം ശിക്ഷിക്കപ്പെടുകയാണ്. സംഘകാല കൃതികളെക്കാൾ പഴക്കമുള്ള ഒരു ആരാധനാലയത്തിൽ അതിന്റെ ആരാധന നടത്താൻ ഇന്ന് നമ്മൾ ബുദ്ധിമുട്ടി പോകുന്നു. അപ്പോ ഇവിടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി അത് ശരിവെച്ചതോടുകൂടി ഈ സ്റ്റാലിൻ ഗവൺമെന്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകേണ്ടതാണ്. കാരണം ഏറെ സഹിക്കാനും ക്ഷമിക്കാനും ഒരു വിഭാഗം എത്ര വരെ തയ്യാറാകും? നിയമപരമായി ഇവർക്ക് പിന്തുണ കിട്ടി, ധാർമ്മികമായി അവർക്ക് വിശ്വാസപരമായും അവരുടേതാണ്. എന്നിട്ട് അവിടെ ഒരു ദീപം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഏതുവരെ താഴാൻ സാധിക്കും? ഇതിനൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലാതെ ചിട്ടയോടുകൂടി നടത്തുന്ന റൂട്ട് മാർച്ചുകൾക്ക് അനാവശ്യമായി പലപ്പോഴും കോടതിയുടെ ഇടപെടലുകൾ വേണ്ടിവരികയാണ്. സർക്കാർ നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ട് കോടതിയുടെ പരിഗണന അല്ലെങ്കിൽ കോടതിയുടെ അനുവാദത്തോടു കൂടി നടത്തേണ്ടി വരുന്നു. ഇങ്ങനൊരു കോടതി രാജ്യ തമിഴ്നാട്ടിൽ എത്ര കാലം മുന്നോട്ട് പോകും? നീതിക്ക് നിയമത്തിന് സ്ഥാനമില്ലാതെ ഏതിനും കോടതി, ഇപ്പൊ കേരളത്തിലെ അവസ്ഥ അതാണല്ലോ. ശബരിമലയിൽ എന്തെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ കോടതി പറഞ്ഞാലേ നടത്തുള്ളൂ. അതല്ലാതെ മര്യാദയ്ക്ക് ഒരു ഭരണം നടത്തിക്കൊണ്ടു പോകാൻ കഴിയാത്തൊരവസ്ഥ. ഈ കേരളവും തമിഴ്നാടും ഒക്കെ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഒക്കെ ഉണ്ടാകും. ഏതായാലും ഈ കോടതി വിധി ആശ്വാസകരമാണ്. ഇനിയും ഒരു വശത്ത് ആശ്വാസകരമായ വിധി, മറ്റൊരു വശത്ത് തമിഴ്നാട് സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾക്കുള്ള കനത്ത തിരിച്ചടി അല്ലേ? തീർച്ചയായും സനാതന ധർമ്മത്തെ ഇല്ലാതാക്കും, സനാതന ധർമ്മം കൊറോണ പോലെ ഡെങ്കി പോലെ നിർമ്മാർജ്ജനം ചെയ്യും എന്ന് പറഞ്ഞവരുടെ മുഖത്ത് കിട്ടിയ അടി തന്നെയാണിത്. അപ്പോ ഭക്തർക്ക് അവിടെ നിയമത്തിന്റെ പിന്തുണ കൂടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്തരുടെ ഏറ്റവും വലിയ ആശ്വാസം. അവരുടെ വിശ്വാസത്തോടൊപ്പം അവർക്ക് നിയമത്തിന്റെ ഒരു പിൻബലം കൂടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാലിൻ ഗവൺമെന്റ് ഇനിയെങ്കിലും പരീക്ഷണങ്ങൾ നടത്താതെ ഇനിയെങ്കിലും ജിഹാദികളെ പീഡിപ്പിച്ച് അധികാരത്തിൽ തുടരാം എന്നുള്ള ആ ധാരണയിൽ ഇനിയും ഹൈന്ദവ സമൂഹത്തിന്റെ ക്ഷമ പരീക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് സ്റ്റാലിൻ ഗവൺമെന്റിന് നല്ലത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.